ഇവിടെ അച്ഛൻ പറയാറുണ്ട്, ചില സമയത്ത് നമുക്ക് തമ്പുരാൻ്റെ മുന്നേ നോക്കി ഒന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ലാത്ത സമയം വരും. പക്ഷേ നിൻ്റെ മുന്നിൽ കുറച്ച് തമ്പുരാൻ്റെ അടുത്ത് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. അതിന് മുന്നേ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മേ ഇന്ന് ഞാൻ എൻ്റെ മുന്നിൽ മുട്ട് നിൽക്കും, പക്ഷേ എനിക്ക് മുട്ട് നോക്കാൻ പറ്റാത്ത ഒരു സമയം വരും, അത് നീ എന്നെ തിരിഞ്ഞു നോക്കണേ എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കംപ്ലീറ്റ് അൺകോൺഷ്യസ് ആയില്ലെങ്കിൽ പോലും എനിക്ക് പകുതി ബോധം ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ ആൻറ്റിബയോട്ടിക്സ് എല്ലാം സ്റ്റീറോയിഡൊക്കെ ഹൈ ഡോസ് സ്റ്റീറോയിഡാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിഷ്യൽ 2 ഡേയ്സിലേക്ക് അവർ കുഞ്ഞിനെ മോണിറ്റർ ചെയ്തു, ഹാർട്ട് റേറ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നീട് അങ്ങോട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചു, കാരണം എന്നെ എന്താണേലും രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അടുത്തത് അവർ പ്ലാൻ ചെയ്തു അബോർഷൻ ചെയ്യാം. അപ്പം ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡും ഫാമിലി എല്ലാവരും നാട്ടിലാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ. അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ അത് ഹസ്ബൻഡിനോട് അവർ ഫോണിൽ കൂടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഞാൻ സമ്മതിച്ചില്ല അബോർഷൻ ചെയ്യാൻ, പക്ഷേ എല്ലാവരും നിർബന്ധിച്ചു, ചെയ്തേ പറ്റൂ, അവിടെ അമ്മയ്ക്കാണ് പ്രാധാന്യം, കുഞ്ഞ് 22 വീക്ക് ആയുള്ളതുകൊണ്ട് കുഞ്ഞിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് ഹസ്ബൻഡിനോട് ഫോണിൽ കൂടെ കൺസെൻറ്റ് എടുത്തു, എൻ്റെ തമ്മാർക്ക് എടുത്തു. എന്നാൽ അമ്മയെന്ന് ഞാനൊന്ന് വിളിച്ചു. ടാബ്ലറ്റ് വെക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ സൗദി മിനിസ്ട്രിയിൽ നിന്ന് ഓർഡർ വന്നു, എനിവേ അബോർഷൻ ചെയ്താലും അമ്മയും കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അബോർഷൻ ചെയ്യേണ്ട. ആ തീരുമാനം അവിടെ മാറ്റി. അമ്മയ്ക്ക് 1000 നന്ദി.